University first show, Vidyarambam and convocation ceremony of South Indian Film Academy. ഷായ സാർ, ബ്ലസ് സാർ, ബാക്കിയെല്ലാം കൂട്ടുകാരാണ്. ശ്രീ ചേച്ചി ഓഫ് കോഴ്സ്, ബാക്കി എല്ലാവരും സ്ഥിരം കണ്ടുമുട്ടുന്ന ആൾക്കാരാണ്. എന്തായാലും സാറിന്റെ ആ AV കണ്ട് മൊത്തം കയ്യുന്നു പോയി. ഇപ്പോഴും മാഫിയൊക്കെ കാണുമ്പോൾ നമ്മളൊരു സിനിമ ചെയ്യുമ്പോഴത്തേക്ക് മാഫിയൊക്കെ ഇപ്പോഴും റെഫറൻസ് പോയിന്റ് ആയിട്ട് വരും. നമ്മൾ ചോദിക്കാറുണ്ട്, ഇത് എങ്ങനെയാണ് ആ ഷോട്ട് എടുത്തത്, ഇത് എങ്ങനെയാണ് ആ സീൻ എക്സിക്യൂട്ട് ചെയ്തത്. അപ്പൊ താങ്ക് യു ഫോർ ദ ഫിലിം സർ, താങ്ക് യു. ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് ഇവിടെ നിന്ന് നിങ്ങളുടെ AV കാണുമ്പോഴും മറ്റുള്ളവരായിട്ടുള്ള ഇന്ററാക്ഷനിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ പോകാൻ പോകുന്ന ബാച്ചാണല്ലേ? അത് പുതിയ വന്ന ബാച്ച് മേളിലാണ്. ഓക്കെ ഓക്കെ, സോ വെൽക്കം. ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്കിപ്പം ഇവിടെ ഓഫർ ചെയ്യുന്നത്. എല്ലാ ആർട്ട് ഫോമിനും ഒരു ഓണസ്റ്റി ഉണ്ട്, ഒരു സത്യസന്ധതയുണ്ട്. ആ സത്യസന്ധതയോടെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്രോച്ച് ചെയ്യാൻ. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് വിത്ത് ദാറ്റ്. ആൻഡ് ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാരോട്, യുവർ ജേർണി ഈസ് ആക്ച്വലി സ്റ്റാർട്ടിങ് നൗ. ആൻഡ് ഐ ഹോപ്പ് നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇനിയും കൂട്ടിമുട്ടട്ടെ. ചാപ്പാകുരിശ് എന്നെ കാസ്റ്റ് ചെയ്യണ്ടെന്ന് എല്ലാരും പറഞ്ഞിട്ട് പുള്ളി എന്നെ കാസ്റ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് വിളിച്ചുകൊണ്ട് ഓടി വന്നത്. താങ്ക് യു. ഇല്ലാത്തതുകൊണ്ടിട്ട് ഷാനു അത് എനിക്ക് വേണ്ടിയിട്ട് ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഷാനു. കാരണം പുതിയ ആൾക്കാർ, പുതിയ പിള്ളേർ ഇവിടെ വരുമ്പോൾ ഷാനു അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം, ഡയറക്ടർ പുളിശ്ശേട്ടന് അല്ലെങ്കിൽ സഞ്ജയ്, എല്ലാവരും ഇപ്പോൾ ഇവിടെ ഉള്ളപ്പോൾ ഇവർക്കൊരു വലിയ സന്തോഷമാവും എന്നുള്ളത് കൊണ്ടിട്ട് മാത്രമാണ് ഷാനുവിനെ ഞങ്ങൾ വിളിച്ചത്. ഷാനുവിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, സിഫയിലുള്ള എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ബ്ലസ് ചേട്ടനും ഷാജി സാറും പങ്കെടുക്കുന്ന ഒരു ഇവന്റിൽ എന്നെ വിളിച്ചാൽ ഒന്നും അല്ലെങ്കിൽ ഞാൻ പോകും. പക്ഷെ ഇന്നിവിടെ വന്നത് നിങ്ങളായിട്ടൊരു ഫ്ലാഗ് ഓഫിനാണ്. ഓൾ ദി ബെസ്റ്റ്. ഞാൻ വീണ്ടും പറയാണ്, ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. ആൾക്കാർക്ക് കിട്ടാത്ത ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പ്ലീസ് യൂസ് ഇറ്റ് ടു ദ ബെസ്റ്റ്. അത് വളരെ സിൻസിയർ ആയിട്ട് തന്നെ നിങ്ങൾ അത് യൂസ് ചെയ്യുക. ആൻഡ് സിഫ പോലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. സ്പെഷ്യൽ താങ്ക്സ് ടു ലിസ്റ്റിൻ and all the faculty and other students and other members. All the best. Thank you. വന്നതിൽ ഒരുപാട് സന്തോഷം. Thank you. സോ അങ്ങനെ നമ്മുടെ ഫാമിലിയുടെ ഒരു ഭാഗമായി ഇവിടെ എത്തിച്ചേർന്ന് ഒരിക്കൽ കൂടി ഫാസിലിന് ഒത്തിരി വലിയ സ്നേഹത്തോടെ ഒരു നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഞാൻ ആ മ്യൂസിക്കിൽ അത് വേണ്ടെന്ന് പറഞ്ഞാണ്, പക്ഷെ അത് മാറ്റിയിട്ടില്ല. പിന്നെ ഒരു ബിൽഡപ്പ് ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും. വളരെയധികം സന്തോഷം. ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു ചെറിയ അസൂയ തോന്നാറുണ്ട്. കാര്യം വേറൊന്നുമല്ല, ഇവിടം വരെ എത്താനായിട്ടുള്ള ഒരു ത്രാണി എനിക്കുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ പല പ്രാവശ്യവും ഞാൻ എന്നോട് ചോദിക്കാറുള്ളതാണ്. പിന്നെ പല അവസരത്തിൽ വേറുള്ളവരും ചോദിക്കാറുണ്ട്. പക്ഷെ എന്നാലും ഞാനിങ്ങനെയൊക്കെ ആയേ പറ്റൂ എന്നുള്ള ഒരു തീരുമാനമാണ്, നിയോഗമാണ് എന്ന് എനിക്ക് തോന്നുന്നത്. സിനിമ എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ചെറുപ്പം പോലെ സിനിമ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നതായിരുന്നു എൻ്റെ ഒരു ഹോബി. കാരണം ഈ അന്നൊക്കെ ഈ വലിയ നക്ഷത്രം, നാന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈവൻ വായിച്ചിട്ട് അല്ലെങ്കിൽ കൂടുതൽ സിനിമകൾ കണ്ടിട്ടുള്ള ഒരു അറിവുകൾ മാത്രമായിരുന്നു സിനിമയെ പറ്റി എനിക്കുള്ളൂ. അപ്പം എന്തെങ്കിലും സിനിമയിൽ ആയിത്തീർണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് സിനിമയിൽ വരുവും കുറേ പടങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ കുറേ അധികം സിനിമകൾ നിർമ്മിക്കാനായിട്ടും സാധിച്ചു. മാജിക് ഫ്രെയിംസ് എന്ന കമ്പനി അതിൻ്റെ പേരിട്ട് തരുന്നത് എൻ്റെ ആദ്യ സിനിമയുടെ തിരക്കഥാകൃത്ത് മിസ്റ്റർ ബോബി സഞ്ജയ് ആണ്. അപ്പോൾ തുടർന്നുള്ള ജീവിതത്തിൽ ഒരു 15 വർഷത്തെ സിനിമാ ജീവിതത്തിൽ നോക്കുമ്പോൾ ആ കമ്പനിയുടെ പേര് തന്നെ ഒരു അർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് ഫുൾ മാജിക്കാണ്. കാരണം എന്നിലുള്ള ഒരു വലിയ പാഷനാണ് ഈ സിനിമയായിട്ട് റിലേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യിക്കുന്നത്. പലർക്കും ഇത് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ ചിലപ്പോൾ അത് ചെയ്യണമെന്നില്ല. ചിലർക്ക് പേടിയായിരിക്കും.
ചിലവർക്ക് ഇതിന്റെയൊക്കെ പുറകെ നടക്കണ്ടേ, ഇത് ഓവർ ഹെഡേക്ക് എടുക്കുന്നത് ചിലവർക്ക് ഇഷ്ടമല്ലായിരിക്കും. എനിക്ക് കുറച്ച് ഹെഡേക്കുകളൊക്കെ എടുക്കുന്ന ഇഷ്ടമുള്ള കൂട്ടത്തിലായതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഇവിടെ കാട്ടിയതുപോലെ തന്നെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റിയത്. തിയേറ്റർ വ്യവസായം തുടങ്ങുന്നത് തന്നെ കോവിഡ് സമയത്താണ്. അപ്പോൾ എല്ലാവരും തിയേറ്റർ ക്ലോസ് ചെയ്യുന്ന സമയത്താണ് തിയേറ്റർ തുടങ്ങിയത്. ഇന്ന് 10-40 തിയേറ്ററുകളോളം നടത്തുന്നുണ്ട്. അതായത് ഓണർഷിപ്പിലായിക്കോട്ടെ, ലീസിനായിക്കോട്ടെ. അപ്പം ഇതൊക്കെ ഒരു ആവേശമാണ്. അപ്പം നമ്മളൊരു സിനിമ നിർമ്മിക്കുന്നത്, ഒരു സിനിമ നിർമ്മിച്ച് അതിന്റെ റിസൾട്ട് അറിഞ്ഞ് അടുത്ത സിനിമ എടുക്കാം. പക്ഷെ നമ്മൾ 2, 3, 4 സിനിമകളൊക്കെ എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ ഈ ഏജിൽ കിട്ടുന്ന ഒരു എന്താ പറയുക, അതിന് ഒരു ഭയങ്കര തീവ്രമായ ആഗ്രഹമാണ് എന്നോട് ചെയ്യിപ്പിക്കുന്നത്. ഇന്നിപ്പം ഞാൻ എന്നെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കാൻ പറ്റും. കുറച്ചൊരു 50 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ ഒരു 10 വർഷത്തോടെ കഴിയുമ്പോൾ എനിക്കിതൊന്നും ചെയ്യാനായിട്ട് ചിലപ്പോൾ സാധിക്കത്തില്ല. അപ്പൊ എൻ്റെ ആഗ്രഹങ്ങളും ഓരോന്നിനോടുള്ള കാഴ്ചപ്പാടുകളൊക്കെ മാറും. അപ്പോ ഈ അവസരത്തില് ഞാൻ എങ്ങനെയാണോ സിനിമയിൽ വരാനായിട്ടൊക്കെ ഒത്തിരി പേരുടെ ഇങ്ങനെ പറയാൻ നടന്നിട്ടുണ്ട്. വീടുകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, മീറ്റിംഗ്സ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ സിനിമയുടെ എന്തായിട്ട് വരണമെന്ന് ഞാൻ തീരുമാനിച്ചില്ലെങ്കിലും സിനിമയിൽ വരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അന്നൊക്കെ ഒത്തിരി കഷ്ടപ്പാടായിരുന്നു. അപ്പം ഈ സിനിമ ഞാനെല്ലാം തുടങ്ങി കഴിഞ്ഞിട്ട് സിനിമ നിർമ്മിച്ച് ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ഉദിച്ചൊരു ആശയമാണ് സിഫ എന്ന് പറയുന്നത്, സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാദമി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിന്റെ സർക്കിളിൽ നിന്നോ അല്ലാത്തവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, സിനിമയിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആക്ടിങ്ങിൽ എന്തെങ്കിലും ആക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ സൗണ്ടിലാക്കാൻ പറ്റുമോ, ഇങ്ങനെ പലരുടെ റെഫറൻസിൽ ഇങ്ങനെ വരാറുണ്ട്. അപ്പം നമുക്ക് ചോദിക്കുന്ന എല്ലാവർക്കും അവസരം കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഇനിയിപ്പം എനിക്ക് നോ പറയാൻ പറ്റാത്ത ആരെങ്കിലും എന്നോട് നിർബന്ധിക്കുമ്പോൾ ഞാൻ ആരുടെയെങ്കിലും പടത്തിലാക്കി വിടാനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് ഇവർക്ക് ഒന്നും അറിയത്തില്ല, ഇവർക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ഉടനെ അവർ ചിലപ്പോൾ നോ പറയായിരിക്കും. കാരണം ഈ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര തിരക്കിട്ട പരിപാടിയാണ്, ഭയങ്കര ബിസി. ആ ഒരു സിനിമ ഇറങ്ങുന്നത് വരെ എല്ലാവരുടെ മൈൻഡിലും തീയാണ്. അതായത് ഇത് വിജയിക്കണം എന്നുള്ള ഒരു തീ. അപ്പം ഇതിന്റെ അകത്ത് എല്ലാം കുറച്ചെങ്കിലും അറിഞ്ഞില്ലെങ്കിൽ അത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പം അങ്ങനെയുള്ള ഒരു അവസരത്തിൽ തോന്നിയ ഒരു ഐഡിയ ആണ് സിഫ എന്ന് പറയുന്നത്. അപ്പോൾ സിഫയിലേക്ക് ഇപ്പം എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകൾ നമ്മളോട് സിനിമയിൽ എന്തെങ്കിലും ആകണമെന്ന് പറയുമ്പോൾ ഉദിച്ച ആശയത്തിൽ നിന്നാണ് ഫോം ആകുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഇങ്ങനെ വിദ്യാരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഫഹദിനോട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫഹദ് ചാപ്പാക്കുരിശിൽ അഭിനയിച്ചതിന് ശേഷം എനിക്ക് ഫഹദുമായിട്ട് സിനിമ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുവാണ്, ഫഹദ് അന്ന് ഞാൻ 2011 ആ സിനിമ ചെയ്യുമ്പോൾ ഞാൻ ശമ്പളം അപ്പൊ ഇവൻ കൊടുത്തില്ല, അത് തീർന്നെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ശമ്പളം ചോദിച്ചു കഴിഞ്ഞപ്പോ ഫഹദിനോട് പറഞ്ഞു, അല്ല ലിസ്റ്റ് എന്താന്ന് വെച്ചാൽ തന്നാ മതി. അല്ല ഫഹദ് എന്താന്ന് വെച്ചാൽ ഒന്ന് പറയാമോ, പിന്നെ ഈസിയാണ്. അപ്പൊ അന്ന് ഫഹദിനോട് പറഞ്ഞു, ഞാൻ ടൂർണമെന്റ് ചെയ്തത് 65,000 രൂപയ്ക്കാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഫഹദാണ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനേക്കാൾ കൂടുതൽ അതിൻ്റെ അകത്ത് അഭിനയിച്ചത്. A to Z ഫുൾ എന്താ പറയുക, എനർജിയിൽ ആ ഒരു സിനിമയുടെ ഡയറക്ടറായിട്ട്, റൈറ്ററായിട്ട്, ഒരു നടനായിട്ട് എല്ലാ രീതിയിലും ഫഹദ് ആ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കൊടുത്തത് ഫഹദ് വാസലിന് 1 ലക്ഷം രൂപയാണ് ശമ്പളം കൊടുത്തത്. ആ ഫഹദ് ഇന്ന് എവിടെയോ എത്തി നിൽക്കുന്നു. ഇന്ന് ഫഹദിന് 5 കോടി കൊടുത്താലും ചിലപ്പോൾ കിട്ടത്തില്ല, 10 കോടി കൊടുത്താലും കിട്ടത്തില്ല. അതാണ് സിനിമ എന്ന് പറയുന്ന ഒരു മാജിക്. ഒരു സിനിമയില് കൈത്തും ദുരിതം എന്ന് പറയുന്ന ഒരു സിനിമയിൽ വന്നിട്ട് ഒരു ഗ്യാപ്പ് വന്നിട്ട് വീണ്ടും ടൂർണമെന്റ് ചെയ്ത് പിന്നെ കേരള കഫേയിൽ റോൾ ചെയ്തിട്ട് ചാപ്പാക്കുരിശിലേക്ക് ആയിട്ട് വന്നു. പക്ഷെ ഈ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂല് കൊടുത്തപ്പോഴും ഫഹദിന്റെ ഏതാണ് ബെസ്റ്റ് 1 ഓഫ് ദ ഫിലിം ഏത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചാപ്പാക്കുരിശാണ് പറഞ്ഞത്. ഞാൻ അത് ഇപ്പോഴും സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഫഹദിന്റെ ഇന്റർവ്യൂ അത് മറന്നുപോയെങ്കിലൊന്ന് കാട്ടാൻ വേണ്ടിയിട്ടിട്ട്. അപ്പൊ നമുക്ക് വേണമല്ലോ എന്തെങ്കിലും ഒരു മാജിക്. അപ്പൊ അതുകൊണ്ട് ആ ഫഹദ് ഇന്ന് നിൽക്കുന്ന എല്ലാ പാൻ ഇന്ത്യ ലെവലിലെ എല്ലാ ലാംഗ്വേജിലും വേണ്ട ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞു വന്നത്, പുതിയ ആളുകൾ ഇതിലേക്ക് കടന്നു വരുമ്പോൾ ഫഹദ് എന്ന് പറയുന്ന ഫാസിൽ സാർ എന്ന് പറയുന്ന അത്രയും വലിയ ഡയറക്ടർ ഒരു മകനായിട്ട് വന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു ഉദ്ദേശിച്ച അന്ന് ആ ഒരു റിസൾട്ട് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ
കിട്ടാത്തപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു സ്കൂളിൽ നിന്നൊക്കെ ലീവ് എടുക്കുന്ന പോലെ ചെറിയൊരു ലീവ് എടുത്ത് പോയിട്ട് വന്ന ഒരു കമ്പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫഹദിനെ പിടിച്ചാൽ കിട്ടാത്തൊരു ഫഹദായിട്ടാണ് മാറിയിരിക്കുന്നത്. അപ്പം ആ ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്, അഭിനയം എന്ന് പറയുന്ന ഒരു കാര്യത്തോടുള്ള അദ്ദേഹത്തിന്റെ പൂർണ്ണ ഡെഡിക്കേഷൻ. അപ്പൊ അതെല്ലാം പുതിയ സിനിമയിലേക്ക് കടന്നു വരുന്ന ആളുകൾ കണ്ടു മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഇപ്പൊ ബ്ലസ്സിയേട്ടനാണെങ്കിലും ഡയറക്ഷനിലേക്ക് വന്നപ്പോൾ ഒരു സിനിമയായിട്ട് ആടുജീവിതമായിട്ട് എത്രയോ വർഷങ്ങൾ അതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചു. അപ്പോൾ എത്രയോ സംസ്ഥാന അവാർഡുകൾ പിന്നെ എത്രയോ വലിയ കളക്ഷൻ കിട്ടിയ ഒരു സിനിമയാണ്. എന്തോ ദേശീയ അവാർഡ് മാത്രം അതിൽ നിന്ന് മിസ്സായി. ഇനി ഞാൻ അറിഞ്ഞു ആ പടം ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത് ഞാൻ പൃഥ്വിരാജും കൂടെ അറിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ അത്രയും ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സിനിമാ ഫീൽഡിൽ നിൽക്കാനായിട്ട് പറ്റൂ. പിന്നെ ഞാൻ എടുത്തു പറയുന്നത് ബോബി സഞ്ജയ് ഉണ്ട്, രാധാകൃഷ്ണൻ ഉണ്ട്, മ്യൂസിക് ജെയ്ക്സ് വിജയ് ഉണ്ട്, ഷാൻ ഉണ്ട്, അഭിനന്ദുണ്ട്, എല്ലാവരും ശ്രീചേച്ചി ഉണ്ട്. അപ്പം എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഓരോരുത്തരും ഈവൻ വരണം. ഇന്ന് സിനിമയുടെ ഒരു കാര്യം പുതിയതായിട്ട് വിദ്യാരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളിലൊക്കെ ഒരു പ്രസൻസ് വേണം. ഷമീർ ഉണ്ട്, ഷായി ചേട്ടന്റെ സിനിമകൾ കണ്ട് നമ്മളൊക്കെ അത്രയും എന്താ പറയാ ഫാനായിട്ടുള്ള ആളാണ് ഷായി ചേട്ടൻ. അപ്പൊ ഷായി ചേട്ടനെ ഇതിന്റെ ചെയർമാനായിട്ട് നിർത്തിക്കൊണ്ടിട്ടാണ് നമ്മൾ ഈ സിഫ എന്ന് പറയുന്ന ഒരു കാര്യം നടത്തിക്കൊണ്ടിട്ട് പോകുന്നത്. കാര്യം ഈ സിനിമയ്ക്ക് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ വലിയ ബ്രാൻഡ് അംബാസഡറൊക്കെ വേണമെന്നുണ്ട്. പക്ഷെ നടന്മാരുടെയൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ ഭയങ്കര റേറ്റ് ആയതുകൊണ്ടിട്ട് ഞാനും ഷായി ചേട്ടൻ തന്നെ ബ്രാൻഡ് അംബാസഡറായി മാറുകയായിരുന്നു ഇതിൻ്റെ അകത്ത്. അപ്പൊ അതുകൊണ്ടിട്ടാണ്. അപ്പോ ഇനി ഞാൻ തമാശ പറഞ്ഞാണ്. പക്ഷെ ഇതിനോടുള്ള ഒരു പാഷൻ കൊണ്ടിട്ട് മാത്രമാണ് ഇത്രയും പരിപാടികൾ കാട്ടിക്കൂട്ടിയത്. അപ്പൊ ഇന്ന് ഈ അവസരത്തിൽ ഞാൻ വിളിച്ചപ്പോ അല്ലെങ്കിൽ ഞങ്ങൾ വിളിച്ചപ്പോ നിങ്ങൾ എല്ലാവരും വന്നു. ഈ വന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന പുതിയതായിട്ട് പഠിക്കാൻ വന്ന സിനിമയെ ഒരു പാഷനാക്കി മാറ്റുന്ന, സിനിമയിൽ എന്തെങ്കിലും ആവണം, ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ആവണം എന്ന് ഉദ്ദേശിക്കുന്നവരുടെ ഒരു ഫംഗ്ഷനിലേക്കാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചത്. അപ്പം നിങ്ങളുടെയൊക്കെ പ്രസൻസ് അവർക്ക് വലിയൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഇന്ന് ഈ ഫംഗ്ഷന് ഞങ്ങൾ വിളിച്ചിട്ട് വന്ന എല്ലാവരോടും സിഫയുടെ പേരിലുള്ള, സിഫയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദി ആദ്യമേ അറിയിക്കുകയാണ്. താങ്ക്സ് ടു ഓൾ. കുറച്ച് തിരക്കുകളുള്ളതുകൊണ്ടാണ് ബ്ലസ്സി സാറും
ശ്രീ ഷാജി കൈലാസും ശ്രീ ഫഹദ് ഫാസിലും എല്ലാം സംസാരിക്കുന്നതിന് മുമ്പ് സംസാരിക്കണം. കാരണം ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാഡമി എന്ന ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഒരു പാഷൻ പിന്തുടർന്ന് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ സിനിമ കാണാൻ പോകുമ്പോൾ മാജിക് ഫ്രെയിംസിന്റെ പേര് വന്നു കഴിഞ്ഞ് ഈ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫ്രഷ്നെസ് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അത് ഏത് സിനിമയിൽ എത്തി നിൽക്കുമ്പോഴും ആ ഒരു വൈബ്രന്റ് കളേഴ്സ് കൊണ്ടാണോ, ലിസ്റ്റിന്റെ പേരെഴുതിയ പ്രത്യേകത കൊണ്ടാണോ, എപ്പോഴും അത് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ ലിസ്റ്റിൽ താഴോട്ട് പ്രസംഗം കഴിഞ്ഞ് വന്നപ്പോൾ ചോദിച്ചു, ഏത് കോളേജിലാണ് പഠിച്ചത്? പറഞ്ഞു ഉഴവൂർ സെന്റ് സ്റ്റീഫൻസിലാണ് പഠിച്ചത്. ഞാൻ പറഞ്ഞു രാഷ്ട്രീയം വല്ലതും ഉണ്ടായിരുന്നു അവിടെ? പറഞ്ഞില്ല. കാരണം എനിക്കൊരു ചെറിയ പേടിയുണ്ടായി. പ്രസംഗവും കൂടി കഴിഞ്ഞപ്പോൾ എല്ലാ സാധനവും കയ്യിലുള്ളതുകൊണ്ട് ഇനി രാഷ്ട്രീയത്തിലേക്ക് കൂടി വരുമോ എന്നൊരു ചെറിയ ഭയം എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഏതായാലും അതില്ല എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതൊരു വലിയ ആശ്വാസമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഫഹദിനെ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞു. മലയാള സിനിമ ചെറിയ ബഡ്ജറ്റിൽ ഉണ്ടാക്കുന്ന സിനിമയാണ്. ഫഹദ് അഭിനയിക്കുന്ന കന്നഡ, തെലുഗു സിനിമകളൊക്കെ ആണെങ്കിൽ വലിയ പണം മുടക്കി ചെലവഴിച്ചിറക്കുന്ന സിനിമകളാണ്. പക്ഷേ നമ്മൾ റോഡുകളിലും പാലങ്ങളിലും ഇൻഫ്രാസ്ട്രക്ചറിലും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ഒരു ക്രിയേറ്റീവ് ഇക്കോണമി എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക്, സിനിമ പോലെയുള്ള മേഖലകളിലേക്ക് വളരെ സീരിയസ് ആയി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സർക്കാരുകൾ തയ്യാറാണ്. അതിന്റെ കാരണം നമ്മൾക്കൊരു റാമോജി ഫിലിം സിറ്റിയോ അതുപോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്സോ അതുപോലുള്ള സ്ഥാപനങ്ങളോ ഏരിയ അരീനാസോ പ്ലാറ്റ്ഫോംസോ ഒന്നുമില്ല. അപ്പൊ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എനിക്ക് കുറെ നാൾക്ക് ശേഷം മറ്റൊരു സന്തോഷം, കുറെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഇല്ലാത്ത ഒരു വേദിയിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ്. സിനിമയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ പാഷൻ ഫോളോ ചെയ്യാൻ തീരുമാനിച്ച കുറെ ആളുകൾക്ക് ഇന്ന് അതിനുള്ള ഒരു സ്പേസ് ഉണ്ട്. നമ്മുടെ പാരൻസിന്റെ ഒരു പ്രഷർ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ ജോലിക്ക് വേണ്ടി പഠിക്കുക എന്നുള്ളതാണ്. എന്താണ് പഠിക്കേണ്ടത്? ഫൈൻ ആർട്സ് ആണോ, ആനിമേഷൻ ആണോ, സിനിമയാണോ, ഒരു സൗണ്ട് ആർട്ടിസ്റ്റ് ആവാനാണോ? അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അപ്പൊ ഈ ഒരു മേഖലയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് തോന്നുന്നു, ഞാൻ ഫഹദിനോട് പറഞ്ഞ ഒരു കാര്യം, പോസ്റ്റ് കോവിഡ് പ്രത്യേകിച്ച് മലയാള സിനിമ OTT പ്ലാറ്റ്ഫോംസിൽ കാണുന്ന ഡൽഹി മുതൽ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ആളുകളുണ്ട്. അവരെല്ലാം മലയാള സിനിമയെ വളരെ കൗതുകത്തോടു കൂടി നോക്കിക്കാണുക. അവരെല്ലാം ഇഷ്ടപ്പെടുകയാണ് മലയാള സിനിമ. പ്രത്യേകിച്ച് ഫഹദ് ഫാസിലിനെ പോലുള്ള നടന്മാരെ ഇന്നൊരു പാൻ ഇന്ത്യൻ സിനിമ അംഗീകരിക്കുന്ന, അവരുടെ വെർസറ്റൈലിറ്റി അംഗീകരിക്കുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇക്കോണമിയിലേക്ക്, ക്രിയേറ്റീവ് ഇക്കോണമിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരണമെങ്കിൽ നല്ല ആർട്ടിസ്റ്റുകൾ, നല്ല ടെക്നീഷ്യന്മാർ, സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും പ്രൊഫഷണലിസം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിന് ഇപ്പൊ സിനിമ കോൺക്ലേവ് ഗവൺമെന്റ് നടത്തി. അതുപോലെയുള്ള സംരംഭങ്ങളിലൂടെ വരുന്ന ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സർക്കാരുകൾക്ക് കഴിയട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അതാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രയത്നം അതിനു വേണ്ടിയിട്ടാണ്. അതിന് സിഫ ഒരു ചാനൽ ആവട്ടെ. ഇനിയും മലയാളത്തിൽ നല്ല സിനിമകൾ നൽകാൻ, മലയാള സിനിമയുടെ ഫ്യൂച്ചറിലേക്ക് ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളെ സംഭാവന ചെയ്യാൻ, ടെക്നീഷ്യന്മാരെ സംഭാവന ചെയ്യാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ സിഫയ്ക്കും ലിസ്റ്റിൻ സ്റ്റീഫനും സിനിമയ്ക്കും നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്. നമസ്തേ. എനിക്ക് കൂടുതൽ സംസാരിക്കണം പക്ഷേ ടെൻഷനായി പോയി. ഇതൊക്കെ കണ്ടപ്പോഴേ പേടിച്ചു പോയി. ഒന്നാമത് ലിസ്റ്റിനെല്ലാം മൊത്തം പറഞ്ഞു കഴിഞ്ഞത് അല്പമെങ്കിലും കുറച്ച് കൂടുതൽ വച്ചിട്ടാണ് വന്നത്, പക്ഷെ എല്ലാം പോയി കയ്യിൽ. അതുകൊണ്ട് ദൈവത്തോർത്ത് അത് ക്ഷമിക്കണം. എല്ലാം നല്ലതേ വരത്തുള്ളൂ. നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പാഷൻ ആൻഡ് കോൺഫിഡൻസ് ആണ്. അത് അതിൻ്റെ ഒരു മിക്സപ്പാണ് ഈ സിഫ. അതിനെല്ലാം കാരണം മിസ്റ്റർ ലിസ്റ്റിനാണ്. ലിസ്റ്റിന്റെ ഉറച്ച കാര്യവും അദ്ദേഹത്തിന്റെ എല്ലാത്തിനും ഇറങ്ങി തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ചെയർമാൻഷിപ്പിലോട്ട് വന്നത്. അദ്ദേഹത്തിന്റെ
കോൺഫിഡൻ്റ് ആണ്. താങ്ക് യു മണി. താങ്ക് യു. വളരെ സന്തോഷമുള്ള നിമിഷങ്ങളാണ്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. ഞാനിവിടെ ഇരുന്നപ്പോൾ ആലോചിക്കുകയായിരുന്നു, ഞാൻ എൻ്റെ ഡിഗ്രി കാലഘട്ടത്തിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ ആഗ്രഹിച്ച് ഒരു 2 തവണ ടെസ്റ്റ് എഴുതി പാസ്സാകാതെ പോയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നീട് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻ്റർവ്യൂവിന് പോവുകയും എനിക്കൊരു ആക്ടിങ് കോഴ്സിനാണ് എനിക്ക് അവർ സെലക്ഷൻ കിട്ടുന്നത്. ഞാൻ കൊടുത്തത് സിനിമാറ്റോഗ്രാഫി ആയിരുന്നു, പക്ഷെങ്കിൽ ഫിസിക്സും ഒക്കെ ആണ് വേണ്ടിയിരുന്നത്. പക്ഷെ ഞാനൊരു സുവോളജി പഠിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സ് ഞാൻ പ്രീ ഡിഗ്രിക്ക് ഉപേക്ഷിച്ച ഒരാളാണ്. കോളേജിലൊക്കെ നാടകങ്ങൾ അഭിനയിച്ചതുകൊണ്ടായിരിക്കാം, അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ വെച്ചിട്ടായിരിക്കാം ആക്ടിങ് കോഴ്സിന് കിട്ടിയത്. പക്ഷെ ഞാൻ അത് സ്വീകരിക്കാതെ മടങ്ങുകയും പിന്നീട് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ലിസ്റ്റും പറഞ്ഞ പോലെ ഒരു അവസരം ചോദിച്ച് ഇങ്ങനെ നടന്ന് അവസാനം തീരുമാനിച്ചു 1985 അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഒരു സിനിമയിലെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടറാക്കില് സൂയിസൈഡ് ചെയ്തേക്കാമെന്ന് തീരുമാനിച്ചു. ഒരു വർഷം ജീവിതത്തിന് വേണ്ടി ബാക്കി കൊടുക്കുക ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ്. ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല, ഒരു സിനിമയിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറെങ്കിലും ആകണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു. അങ്ങനെയാണ് 1986 നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന് പറയുന്ന നമ്മളെ ഏറ്റവും ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ബദ്രനായൻ സാറിനോട് ഒരു അവസരം ലഭിച്ചതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ആയുസോടെ നിൽക്കാൻ കഴിയുന്നത്. അപ്പം നേരത്തെ ലിസ്റ്റിനും പലരും സൂചിപ്പിച്ച പോലെ സിനിമ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ തൊഴിലല്ല. എൻ്റെ അടുത്ത് ഞാൻ ബദ്രനായൻ സാറിനോട് വർക്ക് ചെയ്തതിന് ശേഷം മറ്റു പലരുടെ അടുത്ത് വർക്ക് ചെയ്യാൻ സാധ്യത വരുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ഗുരുവിനടുത്ത് ചെന്ന് ചോദിച്ചു, ഇങ്ങനെ വേണിച്ചേട്ടൻ വേണുനാഗവള്ളി വിളിച്ചിട്ടുണ്ട് വർക്ക് ചെയ്യാൻ, പൊക്കോട്ടെ സാറേ എന്ന് ചോദിച്ചു. പൊക്കോളൂ, പക്ഷെ ഇതൊരു തൊഴിലാക്കരുത്. സിനിമ ഒരു തൊഴിലല്ല. കാരണം സിനിമ അതിനും മുകളിലാണ്. തൊഴിൽ നമ്മൾ എപ്പോഴും ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ റിട്ടയർ ചെയ്ത് നമ്മൾ സ്വസ്ഥമാകാറുണ്ട്. എനിക്കൊന്നൊരു കലാകാരനും കലാകാരികൾക്കും ഒന്നും അത്തരം സ്വസ്ഥതയില്ലാത്ത ജീവിതത്തിലേക്കുള്ളൊരു യാത്രയാണ് നിങ്ങൾ തുടങ്ങുന്നതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആടുജീവിതം പോലെ ഒരു സിനിമ ചെയ്ത് ഞാൻ എത്ര അവാർഡ് കിട്ടാഞ്ഞിട്ടല്ല, ഞാൻ എൻ്റെ അടുത്ത സിനിമയെ കുറിച്ച് ഞാൻ അസ്വസ്ഥനാണ്. കാരണം അടുത്തത് എന്താണ് എൻ്റെ സിനിമ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് മാറുന്നത്. അപ്പം ജീവിതത്തിന്റെ അവസാനം വരെയും ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കുവാനായിട്ടുള്ള ആദ്യ പാഠം കുറിക്കുന്ന നിമിഷങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പം അത്തരത്തിലുള്ള ഭാഗ്യം, പ്രത്യേകിച്ച് ഒരുപാട് ട്രെയിനികൾ, ഒരുപാട് വ്യത്യസ്തരായ ആൾക്കാർ പല രംഗത്തു നിന്ന് വന്ന് നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി വരുന്നു. ഞാനൊരു ലിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് എന്നെ ഒഴിവാക്കുകയാണെങ്കിൽ ഞാൻ ഒരു ദിവസം മുഴുവൻ വന്ന് ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ അവസരമായി എൻ്റെ അടുത്ത് എൻ്റെ ക്ലാസ് എടുക്കണ്ട എന്നുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ലിസ്റ്റും പറഞ്ഞ് ഇന്ന് തന്നെ വരണമെന്ന് പറഞ്ഞു. ശരി, ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം കാരണം അങ്ങനെ വിദ്യാർത്ഥികളോടും പുതിയ തലമുറയോടും സിനിമയോടും ഒക്കെ സംസാരിക്കാൻ ആഗ്രഹമുള്ള ഒത്തിരി ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ. അപ്പം അത്തരത്തിലുള്ള വലിയ അവസരങ്ങൾ ലഭിക്കുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഭാഗവാക്കാകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞു എന്നുള്ളത് നാളത്തെ സിനിമയോടുള്ള നിങ്ങളുടെ മോഹമല്ല അതിമോഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിപ്പിക്കുന്ന മോഹം ഉണ്ടാവണം. അവിടെയാണ് നിങ്ങൾക്കെല്ലാം ഏറ്റവും മുന്നിലേക്ക് എത്താൻ കഴിയുന്നത്. അല്ലാത്തവരൊക്കെ ചിലപ്പോൾ ആത്മഹത്യയോ ഒക്കെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോകും. കാരണം നമുക്ക് ജീവിതം ജീവിതം വളരെ സുന്ദരമാണ്, ജീവിക്കാൻ അറിയാമെങ്കിൽ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. അഭി പറഞ്ഞ പോലെ തന്നെ ഒന്നും സംസാരിക്കേണ്ട, വെറുതെ വന്നാൽ മതി എന്ന് പറഞ്ഞ് വിളിച്ചതാണ്. എന്തായാലും വന്നതിൽ സന്തോഷം. സ്വന്തമായി പ്രൊഡക്ഷൻ ഹൗസുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ലിസ്റ്റിൻ്റെ. സോ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി അന്വേഷിച്ച് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഞാൻ ഇവിടെയുള്ള കുട്ടികളൊക്കെ ചെയ്ത ഷോർട്ട് ഫിലിംസൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സിനിമയിലൊക്കെ അസിസ്റ്റ് ചെയ്ത് ഒരു 5-6 കൊല്ലം കഴിഞ്ഞ് കിട്ടുന്ന എക്സ്പീരിയൻസ് ഇവിടെ
കോഴ്സ് കഴിയുമ്പോഴേക്കും എല്ലാവർക്കും കിട്ടുന്നുണ്ട്. സോ എനിക്ക് വളരെ നല്ല രീതിയിൽ ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട് ഇവിടുത്തെ സാറുമാരായും എല്ലാവരും. സോ എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. എഡിറ്റിംഗിന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പ്രൊഡ്യൂസർ എവിടുന്നെങ്കിലും ഒക്കെ നമ്മുടെ പൈസയും പിന്നെ തകഞ്ഞില്ലെങ്കിൽ നമ്മൾ വേറെ കടം വാങ്ങിച്ചൊക്കെ പൈസ നമ്മൾ ഒപ്പിച്ചുകൊണ്ടിട്ട് വന്നിട്ട് മാക്സിമം നമ്മൾ ഷൂട്ട് ചെയ്യും. ഈ ഷൂട്ട് ചെയ്ത് ഡയറക്ടർ എല്ലാ ആംഗിളിലും ഷൂട്ട് ചെയ്തിട്ട് ഈ എഡിറ്ററുടെ അടുത്താണ് സിനിമ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പം ഈ എഡിറ്ററാണ് ചിലപ്പോൾ 4 മണിക്കൂറുള്ള ഒരു ഷൂട്ട് ചെയ്ത ഒരു സിനിമയെ കൊണ്ടുപോയി 2 മണിക്കൂറോ 2.5 മണിക്കൂറോ ഒക്കെ ആക്കി മാറ്റുന്നത്. ഒരു സിനിമയുടെ ഒരു രൂപത്തിലാക്കി ഡയറക്ടറും റൈറ്ററോടെ ഉള്ള ഡിസ്കഷനിൽ ഒരു സിനിമയാക്കി ഇങ്ങനെ മാറ്റുന്നത്. അപ്പോൾ ഇതിന് ഭയങ്കര എല്ലാത്തിനും പേഷ്യൻസ് ആവശ്യമാണ്. പക്ഷെ തീർച്ചയായിട്ടും ഒരു എഡിറ്റർക്ക് അത്രയും പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ഹിറ്റ് സിനിമകളുടെയും പുറകില് ഷമീർ ഉണ്ട്, അല്ലെങ്കിൽ ഷമീറെ പോലെയുള്ള എഡിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടിട്ടാണ് ഷമീറിനെ പരിചയപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുള്ള മെയിൻ സ്ക്രീനിൽ സിനിമ ചെയ്യുന്ന ആളുകളും കൂടെ നിങ്ങൾ പരിചയപ്പെടണം. അതുകൊണ്ടിട്ട് മാത്രമാണ് ഇന്ന് ഷമീറിനെ ഞങ്ങൾ വിളിച്ചത്. അപ്പോൾ താങ്ക് യു ഷമീർ.